ഗാലക്സിയുടെ A56 ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഗൈസ് പനിയാണ്, അതുകൊണ്ട് വെച്ച് ലോ ആയിട്ട് തോന്നണം, ക്ഷമിക്കുക. അതിനുപരി എനിക്കൊരു കാര്യം പറയാനുള്ള, ഇത് ഒരുപാട് നാളായിട്ട് ഒരു ഇൻഡെപ്ത് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട. കുറച്ച് ദിവസങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിട്ട് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് പോലെ. ആൻഡ് ഇംപ്രഷൻസ് നിന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നൊരു ഫോണല്ല ഈവൻ ഗാലക്സി A56. എന്താ എനിക്ക് പറയാനുള്ള, ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു കമൻറ്റ് വായിച്ചു ഒരു ഫേമസ് ടെക് യൂട്യൂബറിൻ്റെ. പുള്ളിക്കാരൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: ആപ്പിളും സാംസങ്ങും ഈ വർഷം 2025 പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നത് 2026 പ്രൈസ് വെച്ചും 2023 ടെക്നോളജി വെച്ചാണ്. ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പം അതിനൊരുപാട് ചിരിക്കുന്ന ഇമോജിയും കമൻസും ഒക്കെ കണ്ടപ്പം ഞാൻ ഇൻഡെപ്തായിട്ട് ചിന്തിച്ചപ്പോൾ കറക്റ്റാണ്. ഏറെക്കുറെ അതേ ഒരു അനാലജി എനിക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ 256 GB എനിക്ക് 42,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടണേ. ആ വിലയ്ക്ക് ഐ ഡോണ്ട് തിങ്ക് ഇത് അത്ര വാല്യൂ ഫോർ മണി ഫോണാണ്. എസ്പെഷ്യലി ഞാൻ ആദ്യമേ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ അലുമിനിയം ഫ്രെയിമാണ്, ഇൻവിക്ടസ് പ്ലസ് ഗ്ലാസ് ഉണ്ട് ഗോറില്ലയുടെ ബാക്കിലും ഫ്രണ്ടിലും. ബിൽഡ് ക്വാളിറ്റി സോളിഡ് ഇൻ ഹാൻഡ് ഫീലാണ്. പക്ഷെ ആദ്യമേ തന്നെ ആ പ്രീമിയം ഫീൽ ഒരു 40,000 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ട് പോകുന്നത് ദിസ് ചങ്കി ബെസൽസ് ബ്രോ. ഒരു 25,000 രൂപയ്ക്ക് മേളിലുള്ള ഒരു ഫോണിൽ ഞാൻ എന്താ പറയുക, സാംസങ് അല്ലാതെ വേറെ ആരും ഇത്രയും ചങ്കി ആയിട്ടുള്ളൊരു യൂണിഫോം ബെസൽസ്, യൂണിഫോമും അല്ല, ചിന്നിച്ചിരി കൂടുതലുണ്ട്. ആൻഡ് ഈ ബെസൽസ് തന്നെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് ആസ് എ പ്രീമിയം സ്മാർട്ട് ഫോൺ എനിക്ക് എടുത്ത് കളയുന്നത്. പക്ഷേ ബെസൽസിൻ്റെ അകത്തുള്ള ഡിസ്പ്ലേനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പക്ക ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ കിടിലം പാനൽസ് ആണല്ലോ, HDR10+. എനിക്ക് തോന്നുന്നു 2000 നിറ്റ്സ് അടുപ്പിച്ചുണ്ട്, 1900 നിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഗൈസ് അഗൈൻ LTPO എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഈ പ്രൈസ് റേഞ്ചിൽ 42,000 രൂപയ്ക്ക്. എനിക്കത് മോട്ടോ മറ്റ് കോമ്പറ്റീറ്റേഴ്സൊക്കെ ഓൾമോസ്റ്റ് 30,000 25,000 റേഞ്ചൊക്കെ LTPO തന്നു തുടങ്ങി. സോ ഐ തിങ്ക് സാംസങ് അവരുടെ ഗെയിം അപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ്. പ്രൊട്ടക്ടിവിറ്റിനെ കുറിച്ച് പറഞ്ഞാലും IP67 കാര്യങ്ങളൊക്കെ. ആൻഡ് ലുക്സിനെ കുറിച്ച് പറഞ്ഞാൽ ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു പുതിയൊരു ക്യാമറ അറേ സെൻസറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ക്യാമറാസിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ എനിക്ക് ഹ്യൂജ് റെസ്പെക്ട് ടു ട്വിൻസ് മൊബൈൽസ് പട്ടം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഫോൺ എനിക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണം, എന്നാലും റിവ്യൂ പറയാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ നെഗറ്റീവ് ആയിരിക്കും മിക്കവാറും പറയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴും അവർ ഓക്കെ ആയിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു, ഓണസ്റ്റ് ആയിട്ട് തന്നെ പറ. അതുകൊണ്ട് ഗൈസ്, നിങ്ങൾ ഫോൺ എടുക്കാൻ പ്ലാനുണ്ടെ ട്വിൻസ് മൊബൈൽസ് പട്ടത്ത് പോവുക. അവർക്ക് പറ്റിക്കണ സ്കീമും പരിപാടിയൊന്നുമില്ല, ജെനുവിനാണ്, അതെനിക്ക് അഷ്യൂർ ചെയ്യാം. ഇനി ലെറ്റ്സ് ഗോ ഡൈവ് ഇൻ ടു വാട്ട് ഐ ലവ് അബൌട്ട് ദിസ് ഫോൺ. എനിക്ക് എന്തൊക്കെ ഈ ഫോണിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നത്തിങ് എക്സ്ട്രാordinary ആയിട്ട് എനിക്കൊന്നും ഈ പ്രൈസ് റേഞ്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ട ഒന്ന് അതിൻ്റെ പ്രോസസ്സർ. എക്സിനോസിൻ്റെ 1580 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. ഞാൻ വിചാരിച്ചു എക്സിനോസാ ശോകമാണ്. പക്ഷേ ഞാനിതിനെക്കുറിച്ച് മോർ ആൻഡ് മോർ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. എക്ലിപ്സിൻ്റെ 540 GPU കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 നാനോമീറ്റർ ആയിട്ടുള്ള ബേസിലാണ് ഇത് വരുന്നത്. ട്രൈ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റും ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പം എനിക്ക് മനസ്സിലായി അത്യാവശ്യം കേബിൾ ആയിട്ടൊരു ഡിവൈസ് ആയിട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിമിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി യൂസ് ആയിക്കോട്ടെ, ഒരു സാധാരണ ഒരു എക്സ്ട്രീം ഗെയിമർ അല്ലാതെ എക്സ്ട്രീം രീതിയിൽ പുഷ് ചെയ്യുന്ന എല്ലാത്തവർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടൊരു ചിപ്സെറ്റാണ്. UFS 3.1 ആണ് സ്റ്റോറേജ് വരുന്നത്. 8 GB റാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സ്പെക്സ് ആൻഡ് പെർഫോമൻസ് സെഗ്മെന്റിൽ അഗൈൻ ഞാൻ പറയാൻ പോവാ, ഇത് കുഴപ്പമില്ല, ഭയങ്കര ഗ്രേറ്റ് ആയിട്ടൊന്നും എനിക്ക് പറയാനില്ല, കുഴപ്പമില്ല. പക്ഷെ ഗ്രേറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. എൻ്റെ പൊന്നു, സാംസങ്ങിൻ്റെ One UI സംതിങ് ടു ബി എക്സ്പീരിയൻസ്ഡ്. ആൻഡ് ഇതിന് 6 വർഷമായിരുന്നു കൊടുക്കണേ. 6 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂലി എ ഗുഡ് തിങ്. 6 വർഷം നിങ്ങൾ ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ഗൈസ്, പനിയായിട്ടും ഇതുപോലെ ജെനുവിൻ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നും. സോ പ്ലീസ് ഡു. പിന്നെ സാംസങ്ങിൻ്റെ ഇതായിട്ട് എനിക്ക് ആഡ് ഓൺ ചെയ്യാൻ പറഞ്ഞു, അവരുടെ ബേസിക് ആയിട്ട് വരുന്ന ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അത് അത്യാവശ്യം നല്ല ബെസ്റ്റ് ഫേസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഇറേസർ ഉണ്ട്, എഡിറ്റ്, സജസ്റ്റ്, AI സെലക്ട്, റീഡ് അലൗഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നി യൂസ്ഫുൾ ആയിട്ടുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് അവർ കൊണ്ടുവരുന്നുണ്ട്. സോഫ്റ്റ്വെയർ സെഗ്മെൻറ്റിലാണ് ഞാൻ ഏറ്റവും പ്ലീസ്ഡ് ആയിട്ടുള്ളത്. ഇനി ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാലും 5000 mAh ബാറ്ററി ലൈഫാണ്. കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് കിട്ടും. അഗൈൻ എക്സ്ട്രാordinary ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഈ പ്രൈസ് റേഞ്ചിന് കോമ്പറ്റീറ്റേഴ്സൊക്കെ 6000 mAh
4nm ചിപ്സെറ്റൊക്കെ തന്നെ കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 hours 6.5 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതുകൊണ്ട് ബാറ്ററി ലൈഫിൽ ഞാൻ കണ്ടന്റ് ആണ്, സാധാരണ ഒരു യൂസറിന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കിട്ടും. ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് കാര്യമുണ്ട്. ഈ ഹീറ്റിംഗ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ക്യാമറയും വീഡിയോസും റെക്കോർഡിങ്ങും 4K ഒക്കെ ചെയ്താലും എനിക്ക് തോന്നുന്നു അവരുടെ വേപ്പർ കൂളിംഗ് ചേമ്പർ ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ചെറിയൊരു ഇൻക്രിമെൻ്റൽ അപ്ഡേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വെൽ കണ്ടെയ്ൻഡ് ആണ്. അതേസമയം നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് എക്സിനോസും കൊണ്ടാണ് നിങ്ങൾ എക്സ്ട്രീം രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ വോം ആവുന്നുണ്ട്. പക്ഷേ വെറുപ്പിക്കുന്ന രീതിയിൽ വോമൊന്നുമല്ല. ഒരു കേസും കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാനേജബിൾ ഹീറ്റിംഗ് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഗൈസ് ക്യാമറാസിനെ കുറിച്ച് ഓടിച്ചു വിട്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ള 50 MP മെയിൻ ഷൂട്ടർ, ഒരു 12 MP അൾട്രാ വൈഡ് ആൻഡ് 5 MP മാക്രോ. 42,000 രൂപ വിലയുള്ളൊരു ഫോണിനാണ് സ്പെക്ക് കൊടുത്തേക്കുന്നത്. ബട്ട് അസൈഡ് സ്പെക്സ് എനിക്ക് ഒപ്റ്റിക്സും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, അത് ഇഷ്ടപ്പെട്ടു. അഗെയിൻ എനിക്ക് ഭയങ്കരമായിട്ട് പൊക്കി പറയാനൊന്നുമില്ല ഈ ക്യാമറ. ഈ പ്രൈസ് റേഞ്ചിന് കിട്ടുന്ന ബെസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ കുഴപ്പമില്ലാത്ത ആവറേജ് യൂസറിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത്. വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൽഫിയിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലും 4K ഇൻബിൽട്ട് അക്രോസ് ഓൾ ഫ്രെയിംസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം എനിക്ക് നോട്ടീസ് ചെയ്താൽ ഭയങ്കര വിയർഡായിട്ട് തോന്നി. ഇപ്പോൾ നമ്മളൊരു 0.5x നിന്ന് 1x സൂം ചെയ്യുമ്പോൾ ഒരു അനിമേഷൻ ഉണ്ടല്ലോ, ഇത് കറക്റ്റ് കട്ട് ചെയ്താൽ പോകുന്നത്. എനിക്കതൊന്ന് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി. മേ ബി സാംസങ് നീഡ്സ് ടു വർക്ക് ഓൺ ദെയർ. സോ ക്യാമറാസിൻ്റെ കാര്യത്തിൽ മൈ ഇംപ്രഷൻസ് നത്തിങ് എക്സ്ട്രാ ഓർഡിനറി, ജസ്റ്റ് ആൻ ആവറേജ് ക്യാമറ ഫോർ ദിസ് പ്രൈസ് റേഞ്ച്. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ HDRും അവരുടെ കളർ പ്രോസസ്സിങ്ങും ഒക്കെ സാംസങ്ങിൻ്റെ കോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കളേഴ്സും കാര്യങ്ങളും ടോണും ഒക്കെ പക്കയ. എഗെയിൻ ഒപ്റ്റിക്സിൽ അവരൊന്നും ചെയ്തിട്ടില്ല. നത്തിങ്ങിൻ്റെ എനിക്കൊന്ന് ഫോണൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ ഈ പ്രൈസിൻ്റെ പെരിസ്കോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം സാംസങ് ഇപ്പോഴും മാക്രോ ഇട്ട് കളിക്കുക. I have nothing to say bro. So my initial impressions about this phone is, ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഇവൻ്റെ സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ല സ്പീക്കേഴ്സാണ്, അടിപൊളിയായിട്ട് കേൾക്കാം. പക്ഷേ ഹാപ്റ്റിക്സ് അതും 40,000 രൂപയ്ക്ക് നല്ല ലെഡ് ഡൗൺ ആയിട്ട് തോന്നിയൊരു ഹാപ്റ്റിക്സ് ആണ്. എനിക്ക് ആ ഒരു വൈബ്രേഷൻ്റെ ആ പഞ്ചി ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു പവർ കുറഞ്ഞൊരു വൈബ്രേഷൻ മോട്ടർ ഫീൽ ചെയ്യാം. സ്കിപ്പ് ദിസ് വൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മറ്റേ സാംസങ്ങിൻ്റെ UI തന്നെ വേണം. പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കും. നിങ്ങളുടെ കോർപ്പറേറ്റ് ലൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു സാധാരണ ഒരു വർക്കർ ആയിക്കോട്ടെ, നിങ്ങളൊരു പയ്യനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും. ലൈറ്റ് ഗെയിമിംഗ് നടക്കും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും എല്ലാം നടക്കും. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിന് ദർ ഇസ് നത്തിങ്. എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയാനോ കമൻറ്റ് ചെയ്യാനോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും ഇല്ലിത്. അതാ വേറൊരു സംഭവം. നിങ്ങളുടെ പരിപാടിയെല്ലാം നടക്കും, എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഇതിനെക്കാട്ടി ബെറ്റർ ഫോൺ കിട്ടുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. ബെറ്റർ ക്യാമറ കിട്ടുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. ബെറ്റർ ഡിസ്പ്ലേ കിട്ടുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. ബെറ്റർ ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ്. ആൻഡ് ഓൾ അറൗണ്ട് എനിക്കിത് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീല് കയ്യിൽ കിട്ടുന്നില്ല. അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ജസ്റ്റ് സ്കിപ്പ് ദിസ് വൺ ഗൈസ്. It's me Sri here. Talk to you guys later.